ഏവർക്കും ദേവതാരിവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ദിവസേന നാമം ജപിക്കുന്നവരും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. നമ്മൾ പ്രാർത്ഥന നിത്യേന ചൊല്ലുന്നത് നമ്മുടെ സർവകാര്യ വിജയത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറാനും വേണ്ടിയാണ്. എന്നാൽ ചിലപ്പോൾ എല്ലാം ഒന്നും ചിലപ്പോൾ നടന്നൊന്നും ഇരിക്കുകയില്ല. അപ്പോൾ നമുക്ക് ചൊല്ലുന്നവനെ രക്ഷിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് നിത്യവും ജപിച്ചാൽ നമുക്ക് സർവകാര്യ വിജയമാണ് ഫലം. ഏതാണ് ആ മന്ത്രമെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. മന്ത്രജപങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ഗുരുമുഖത്തിൽ നിന്നും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വേണം ചൊല്ലുവാനായിട്ട്. ദോഷങ്ങൾ അകറ്റുന്നതാണ് ഗായത്രി മന്ത്രങ്ങൾ. അത് ചൊല്ലുന്നവനെ രക്ഷിക്കുക എന്നതാണ് ഗായത്രി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഗായത്രി മന്ത്രം വിശ്വാമിത്ര മഹർഷിയാണ് നമുക്ക് തന്നത്. അതിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷിയാണെന്ന് വിശ്വസിക്കുന്നു. മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായ മന്ത്രം മറ്റൊന്നില്ല എന്ന് പറയാം. വിശ്വാമിത്ര മഹർഷിയുടെ കാലശേഷം ഓരോ ദേവതകൾക്കുമുള്ള ഗായത്രി മന്ത്രങ്ങൾ മറ്റു മഹർഷിമാരാൽ എഴുതപ്പെടുകയും ചെയ്തു. ഇനി സർവകാര്യങ്ങൾ നടക്കുവാനും ആ സർവ്വ തടസ്സങ്ങളകന്ന് വിജയം കരസ്ഥമാക്കുവാനും നമുക്ക് ഗണപതി ഗായത്രി മന്ത്രം ചൊല്ലാം. ഗണപതി ഗായത്രി മന്ത്രം എല്ലാവർക്കും തന്നെ അറിയാം. ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നാണ് ആ മന്ത്രം. ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രഭാതത്തിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മനസ്സിരുത്തി ആഗ്രഹം പറഞ്ഞുകൊണ്ട് 9 തവണയെങ്കിലും നിത്യേന ജപിക്കണം. അത് വളരെ വിശ്വാസത്തോടെ വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. എങ്കിലാണ് നമുക്കതിൻ്റെ കറക്റ്റ് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിത്യേന ഇങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 9 തവണ വീതം ഇത് ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ലക്ഷ്മി ഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ നമ്മൾ നിത്യേന ചൊല്ലുകയാണെങ്കിൽ ഗണപതി ഗായത്രി മന്ത്രം ചൊല്ലിയാൽ ഇരട്ടി ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. കാരണം ഗണപതി എന്ന് പറയുന്നത് തന്നെ സർവ്വ വിഘ്നങ്ങളും അകറ്റി നമുക്ക് നല്ല ജീവിതത്തെ നമുക്ക് ഉയർന്ന വിജയത്തിലേക്ക് നമ്മളെ നടത്തുന്ന ദേവനാണ്. അപ്പോൾ ഗായത്രി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയൊക്കെ ഉദ്ദേശിച്ച ആ മന്ത്രം ഐശ്വര്യത്തിൻ്റെ ഒക്കെ ദേവതയാണ് ഗായത്രി ദേവി. അപ്പോൾ ആ ലക്ഷ്മി ഗണപതി ഗായത്രി മന്ത്രം ചൊല്ലുകയാണെങ്കിൽ, ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ദേവതയാണ്. അപ്പോൾ ഈ മന്ത്രം നമ്മൾ നിത്യേന ജപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കും. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട്. പക്ഷേ വളരെ ഭക്തിയോടും വിശ്വാസത്തോടും വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. ചെയ്താലേ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മന്ത്രം എപ്പോഴും ഒരു ഗുരുമുഖത്തിൽ നിന്ന്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എപ്പോഴും ഗുരുമുഖത്തിൽ നിന്നും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വേണം നമ്മൾ ജപിക്കുവാനായിട്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ നിത്യേന ഒന്ന് ജപിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യവും തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തികമായിട്ടും വീട്ടിലെ സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് ലക്ഷ്മി ഗണപതി ഗായത്രി മന്ത്രം വളരെയധികം ഉത്തമമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ അഥവാ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.